ഇതാണ് കേട്ടോ നമ്മുടെ ചിതകാൽ ടെമ്പിളിൻ്റെ വ്യൂ. കൊള്ളാം, റിയലി നൈസ്. ഈ വർദ്ധമാൻ മഹാവീരൻ്റെ കാലത്താണ് കേട്ടോ ജൈനമതം ഇത്രയും വ്യാപിച്ചത്. പക്ഷെ പുള്ളിയുടെ കാലത്തിന് ശേഷം വേറെ തീർത്ഥങ്കരന്മാരൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജൈനമതം കാലക്രമേണ ഇന്ത്യയിലെ ചെറിയൊരു കമ്മ്യൂണിറ്റിയായി മാറി. ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എല്ലാം ഈ വട്ടെഴുത്ത് രൂപത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. തമിഴ്നാടിൻ്റെ ഇത്രയും നല്ല വിശാലമായ വ്യൂ നമുക്കിവിടെ നിന്ന് കാണാം. വാവ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ പോകുന്നത് ചിതകാൽ ജെയിൻ ടെമ്പിളിലേക്കാണ്. ഇപ്പോൾ ഞാനുള്ളത് നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 25 കിലോമീറ്റേഴ്സാണ് ചിതകാലിലേക്കുള്ളത്. പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഫ്രീ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, ഒന്ന് ജെയിൻ ടെമ്പിൾ കാണാം എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴി പറയാം ഗൈസ്. വെൽക്കം ടു ദ വീഡിയോ. ഇത് നമ്മുടെ കൊച്ചി കന്യാകുമാരി ഹൈവേ ആണ് കേട്ടോ. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കൊന്നുമില്ല, മഴ ആയതുകൊണ്ടായിരിക്കാം ഗൈസ്. അപ്പോൾ എന്നാൽ അമ്പലത്തിൻ്റെ എൻട്രൻസിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. ചിതകാൽ മലൈ കോയിൽ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതാണ് കേട്ടോ ചിതകാലിലേക്കുള്ള വഴി. ജസ്റ്റ് നമ്മൾ എത്തിയതേ ഉള്ളൂ. കുറച്ച് ജെയിൻ സിമ്പിൾസൊക്കെ കാണാം. നോക്കിക്കേ, ഇത് പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഏൻഷ്യൻ്റ് മോണുമെൻ്റ് ആണ്. ഇവിടെ അത്യാവശ്യം കുറച്ച് നടക്കാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്പലം 9th സെഞ്ച്വറിയിലാണ് കേട്ടോ ഈ അമ്പലം ഉണ്ടാക്കിയത്, ചിതകാൽ ടെമ്പിള്. പിന്നെ ഇതൊരു ജെയിൻ ടെമ്പിളാണ്. ജെയിൻ അറിയാലോ, ഓൾമോസ്റ്റ് 4.5 ബില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു മതമാണ് ജൈനമതം. 24 തീർത്ഥങ്കരാസാണ് അവരുടെ ഡെയിറ്റി. അതിൽ മഹാവീരൻ ഒരു പ്രധാന ഡെയിറ്റിയാണ്. അപ്പോൾ ജൈനന്മാരുടെ ഒരു അമ്പലമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറക്കല്ല് തുരന്ന് ഉണ്ടാക്കിയൊരു അമ്പലമാണ്. ഭയങ്കര അതിപുരാതനമാണ്. ഇപ്പോൾ ഇവിടെ അതിന് കാലാകാലങ്ങളായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇനി വന്നിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇപ്പോഴത്തെയൊക്കെ ടെമ്പിളൊക്കെ പോലെ ഹിന്ദുയിസം വന്നപ്പോൾ അതും കുറച്ച് ഇതിൽ റിഫ്ലക്ഷൻ ഉണ്ട്. അതായത് ദേവിയുടെ ഒരു ടെമ്പിളും കൂടെ ഇതിൻ്റെ അഡ്ജസ്റ്റൻ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റയർലി ഇപ്പോൾ ഒരു ജെയിൻ ടെമ്പിളിൻ്റെ കൂടെ തന്നെ ദേവിയുടെ ഒരു ടെമ്പിളും കൂടെ ഇതിൻ്റെ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് റീസ്റ്റോർ ചെയ്തതാണ്. ഇതൊക്കെ കാലാകാലങ്ങളോളം നശിച്ചൊക്കെ കിടക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ നല്ലപോലെ റെനോവേറ്റ് ചെയ്തു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തപ്പോഴത്തേനും നന്നാക്കി എല്ലാം നമുക്കിപ്പോൾ വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന പാകത്തിലാക്കി മാറ്റി. ഇത് കയറ്റം കുറച്ചുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ജൈനന്മാരെ പൊതുവേ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞത് ദിഗംബരന്മാരാണ്. നമ്മൾ എല്ലാവരും കണ്ടു കാണും യൂട്യൂബിലും ഒക്കെ വലിയൊരു ദിഗംബര സ്റ്റാച്ചു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വേതാംബരരാണ്. അവർ വസ്ത്രം ഉടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ 2 കാറ്റഗറി ആയിട്ടാണ് ജൈനന്മാർ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഈ വരുന്ന വഴിയിൽ നമ്മൾ കിതയ്ക്കുവാണെങ്കിൽ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ വഴി നല്ല തണലുമാണ്. ഈ ജൈനമതത്തിലെ ഈ തീർത്ഥങ്കരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവതാരങ്ങൾ പോലെയാണ്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഓരോ തീർത്ഥങ്കരന്മാർ വരും എന്നാണ് അവരുടെ വിശ്വാസം. അവർ മെയിനായിട്ടും നമ്മുടെ ആത്മാവിൻ്റെ ഒരു യാത്രയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി കേട്ടോ. വാവ്. ഈ ആദ്യത്തെ തീർത്ഥങ്കരനായ ഋഷഭദേവനാണ് ഈ ജൈനന്മാരുടെ പ്രധാന ആരാധനാമൂർത്തി കേട്ടോ. ഈ ഋഷഭദേവൻ എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോഴും മനസ്സിലായല്ലോ, നമ്മുടെ ശിവനുമായിട്ട് നല്ല
സാമ്യമുള്ള ആളാണ്. അപ്പോൾ ദേ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ. ഓ, തമിഴ്നാടിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഈ ടോപ്പിൽ നിന്ന് കാണാം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണേ. ഓ വാവ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജൈനന്മാർ കുറച്ച് പ്രത്യേകതയുള്ള ആളുകളാണ്. സ്വന്തമായിട്ട് ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് അവർ ചില സമയത്ത് യാത്രകളും തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകാറുണ്ട്. റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു പുള്ളി അവരുടെ ഫാമിലിയിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുകളെല്ലാം എല്ലാവർക്കും ആയിട്ട്, നാട്ടുകാർക്ക് എല്ലാവർക്കുമായിട്ട് ദാനം ചെയ്തിട്ട് യാത്രയ്ക്ക് പോയിരുന്നു. അവരങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം വരെ യാചിച്ച് കഴിക്കുന്ന ആളുകളാണ്. ഇവരുടെ തത്വം അനുസരിച്ച് കുറച്ച് കാര്യങ്ങളിൽ ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്യണം. പിന്നെ ഈ ജൈനന്മാർ പൊതുവേ അല്ല, ജൈനന്മാർ വെജിറ്റേറിയൻസാണ്. പാല് കുടിക്കും, പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കാറുണ്ട്. ബാക്കിയുള്ള രീതിക്ക് ഫുൾ അവർ കംപ്ലീറ്റ് വെജിറ്റേറിയൻസാണ്. വാ, ഇത് അത്തിപ്പഴമാണോ? ആലിൻ്റെ പഴമാണ് കേട്ടോ. ആൽമരത്തിൻ്റെ പഴമാണ് കേട്ടോ. വാവ്, ഈ ആൽമരം നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. നല്ല കുടനീർത്ത് നിൽക്കുന്ന പോലെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട്. ഓ, അടിപൊളി, നല്ല രസമുണ്ട്, നല്ല തണലും. ആക്ച്വലി ഇന്ന് വലിയ വെയിലൊന്നുമില്ല, എന്നാലും ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടാവുമല്ലേ. കൊള്ളാം. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഈ എൻട്രൻസൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയുണ്ട്. അങ്ങ് കാണുന്നതാണ് വിമാനം. അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാവേ. ഇവിടെ സ്റ്റോണിൽ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാം. ഈ വർദ്ധമാൻ മഹാവീരൻ്റെ കാലത്താണ് കേട്ടോ ജൈനമതം ഇത്രയും വ്യാപിച്ചത്. പക്ഷെ പുള്ളിയുടെ കാലത്തിന് ശേഷം വേറെ തീർത്ഥങ്കരന്മാരൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജൈനമതം കാലക്രമേണ ഇന്ത്യയിലെ ചെറിയൊരു കമ്മ്യൂണിറ്റിയായി മാറി. ആക്ച്വലി 4.5 ബില്യൺ പീപ്പിൾ ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി വരുന്നത് ഈ റോക്ക് കാർവിങ്ങിലേക്കാണ് കേട്ടോ. ഈ 24 തീർത്ഥങ്കരന്മാരെ മേളിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇത് അവരുടെ തീർത്ഥങ്കരന്മാരായിട്ടുള്ള പാർശ്വാനന്ദയും പത്മാവതി ദേവിയാണ് കേട്ടോ. ഇത് രണ്ടും. ഇത് മൾട്ടി ഹുഡഡ് ആയിട്ടുള്ളൊരു പാമ്പിൻ്റെ തലയാണ്. 1 2 3 4 5. അതായത് സിമിലർ ടു നമ്മുടെ വിഷ്ണു ആണെന്ന് തോന്നുന്നു. സിമിലർ ടു വിഷ്ണു. പാർശ്വാനന്ദയുടെ അസിസ്റ്റൻ്റായിട്ടൊരു യക്ഷനും ഉണ്ട്. ഇത് പ്രധാന ഒരു തീർത്ഥങ്കരനായ മഹാവീരൻ്റെ പ്രതിമയാണ് കേട്ടോ. ഇത് പാർവതി ദേവിയാണ് എന്ന് പറയുന്ന സിംഹത്തിൻ്റെ രൂപമുണ്ട്. ആക്ച്വലി ഇതൊരു നല്ലൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് കേട്ടോ. ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കാണാം. എനിക്ക് തോന്നുന്നത് ഈ മണ്ഡപവും കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന രാജാക്കന്മാർ പുതുക്കിപ്പണിതാണ്. അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ റോക്ക് കാർവിങ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ മണ്ഡപങ്ങളൊക്കെ പിന്നീട് വന്ന പാണ്ഡ്യ രാജാക്കന്മാരൊക്കെ ചെയ്തതാണ് കേട്ടോ. അതൊന്നും ഇവിടെ ഉള്ളതല്ല. 9th സെഞ്ച്വറിയിലുള്ളതല്ല. അതൊക്കെ മേ ബി 19th സെഞ്ച്വറിയിൽ വന്ന ഈ പാണ്ഡ്യ രാജാക്കന്മാരൊക്കെ ചെയ്തതാണ്. നൈസ്. ഇവിടെ നിന്ന് ഈ കൽപ്പടകൾ ഇറങ്ങണം. ഇതൊരു ഹാങ്ങിങ് റോക്കാണ് കേട്ടോ. കണ്ടോ? വെരി നൈസ്. അപ്പോൾ ഇവിടെ ഒരു നാഗറിൻ്റെ ഒരു കോവിലുണ്ട്. നാഗദൈവങ്ങളുടെ ഒരു കോവിലുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ചിതകാൽ ടെമ്പിളിൻ്റെ വ്യൂ. കൊള്ളാം, റിയലി നൈസ്. ഈ കൽപ്പടകൾ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ ഈ 3 അമ്പലങ്ങൾ കാണാം കേട്ടോ. ഇവിടെ കൽത്തൂണുകളൊക്കെ കൊത്തിയെടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ മേ ബി പിന്നീട് രാജാക്കന്മാർ ചെയ്തതായിരിക്കാം. അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്.
ഈ കൽത്തൂണിലും ഓരോരോ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബലിക്കല്ല് വരുന്നുണ്ട്, പഴയ രീതിക്കുള്ള ബലിക്കല്ല്. 3 ഗർഭഗൃഹങ്ങളാണ് കേട്ടോ ഉള്ളത്, 3 എണ്ണം. ഇതിൽ ഈ ഗർഭഗൃഹം ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ തീർത്ഥങ്കരാസാണ് കേട്ടോ. ഇവിടെ ഫുള്ള് തീർത്ഥങ്കരാസിൻ്റെ ഒരു ടെമ്പിളാണ് ഉള്ളത്. പിന്നെ ഒരെണ്ണം ഡെഡിക്കേറ്റഡ് ടു ദേവി, പിന്നെ ഒരെണ്ണം ഡെഡിക്കേറ്റഡ് ടു മഹാവീര. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് എത്രമാത്രം ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. കൽമണ്ഡപത്തിൽ നല്ല ശില്പങ്ങളൊക്കെ കുത്തി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിനൊരു വരാന്തയുണ്ട്, പിന്നെ ഒരു മണ്ഡപമുണ്ട് കണ്ടോ. അങ്ങ് അകത്താണ് കേട്ടോ ടെമ്പിള്. ഈ മണ്ഡപത്തും കയറി അകത്ത് ഇപ്പം നമുക്ക് കയറാൻ പറ്റില്ല. ശരിക്കും നല്ലൊരു സെറീനായിട്ടുള്ള ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഇന്നിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ടെമ്പിളിൻ്റെ ഹിസ്റ്ററി എല്ലാം ഈ വട്ടെഴുത്ത് രൂപത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. വട്ടെഴുത്ത് സ്റ്റോണിൽ കാർവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നാച്ചുറലായിട്ട് ഉണ്ടായ കേവാണ് കേട്ടോ. ആ കേവിൻ്റെ ഉള്ളിൽ കാറിനെടുത്ത് ഗുഹ ഒരു ടെമ്പിളാക്കി മാറ്റിയതാണ്. ഓവർ ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞില്ലേ, റോക്ക് ഓവർ ഹാങ്ങിങ് റോക്ക് ടെമ്പിളാന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, ഓവർ ഹാങ് ചെയ്ത് കിടക്കുന്ന കണ്ടോ. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഓക്കെ, ഇതാണ് മറ്റേ മണ്ഡപം. ഇതിൻ്റെ അകത്തേക്കാണ് പ്രതിഷ്ഠയുള്ള. ഓക്കെ, ഇത് കണ്ടോ, ഓവർ ഹാങ്ങിങ് ആണ്. ആക്ച്വലി ഇത് നല്ലൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് വന്ന് കാണാനും ഇതൊക്കെ അറിയാനും. ഇവിടെ പറഞ്ഞു തരാൻ ഗൈഡുമാരും അങ്ങനെ ആരുമില്ല. നമ്മൾ തന്നെ വന്ന് ഇതൊക്കെ കണ്ടിട്ട് പോകണം. നെറ്റിലൊക്കെ നോക്കി സെർച്ച് ചെയ്ത് ഞാൻ അങ്ങനെയാണ് വന്നത്. ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു പോണ്ട് കൂടെ ഉണ്ട്. ആക്ച്വലി ഇത് ഭയങ്കര സേക്രഡാണ്, എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാവും. നമ്മൾ ഇതിലൊന്നും ഇറങ്ങാൻ നിൽക്കരുത്. ഓക്കെ, അവരുടെ വിശ്വാസപ്രകാരം ഒരു സേക്രഡ് പോണ്ടായിട്ട് കാണുന്നതാണ്. അമ്പലക്കുളമല്ലേ, നമ്മൾ ഇറങ്ങാനൊന്നും പാടില്ല. ജസ്റ്റ് നമുക്ക് ഈ മലയുടെ മേളിൽ പോയി വ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് കേട്ടോ ജെയിൻ ടെമ്പിളിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ. ആ ടോപ്പിൽ കാണുന്നതാണ് വിമാനം എന്ന് പറഞ്ഞ ഇത്. അതിൻ്റെ മുകളിൽ നമുക്ക് കയറാം. ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. തമിഴ്നാടിൻ്റെ ഇത്രയും നല്ല വിശാലമായ വ്യൂ നമുക്കിവിടെ നിന്ന് കാണാം. വാവ്, ഇത് വലിയ മൗണ്ടനൊന്നുമല്ല, ജസ്റ്റ് ഒരു ഹില്ലാണ്. ദേ നമ്മുടെ ചിതകാൽ ടെമ്പിൾ. ആക്ച്വലി ഇവിടെ വന്ന് കുറച്ച് പേര് ഇരുന്നിട്ടൊക്കെ പോകുന്നത് നൈസായിരിക്കും. അപ്പോൾ നമുക്കിനി ജസ്റ്റ് നമ്മുടെ ആ വിമാനം അതുകൂടെ കണ്ടിട്ട് പോവാം. അത് ഏറ്റവും മേളിലാണ്. ഇതൊക്കെ നാച്ചുറൽ കേസാണ് കേട്ടോ. നമുക്ക് ഈ വഴി തന്നെ പോവാം, ആണ് സേഫ്. അപ്പോൾ ഗൈസ്, ഇതാണ് വിമാനം എന്ന് പറഞ്ഞ പോർഷൻ. ഇതൊക്കെ റീസ്റ്റോർ ചെയ്താണ് കേട്ടോ. പിന്നീട് ഈ അമ്പലം കണ്ടോ, ഇതൊക്കെ 19th സെഞ്ച്വറിക്ക് ശേഷം ചെയ്ത പരിപാടികളാണ്. ശരിക്കും 9th സെഞ്ച്വറിയിലുള്ള ടെമ്പിളിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ റീസ്റ്റോർ ചെയ്താണ്. ഒരു ഗോപുരം പോലെയാണ്, അമ്പലത്തിൻ്റെ ഗോപുരം പോലെ. നമ്മുടെ വരുന്നവരൊക്കെ ഇതുപോലെ പേരൊക്കെ എഴുതി ഇത് നശിപ്പിക്കാതിരിക്കുക. ബി എ റെസ്പോൺസിബിൾ ട്രാവലർ, അത്രേ ഉള്ളൂ. വാവ്, ഇവിടെ നിന്നുള്ള വ്യൂവും കൊള്ളാം കേട്ടോ. നൈസ്. അങ്ങോട്ടൊക്കെ കയറി പോകാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്, കൊള്ളാം. ഇന്നത്തെ ജസ്റ്റ് ഒരു ഷോർട്ട് വിസിറ്റ് ആയിരുന്നു ഗൈസ്. കൊള്ളാം, നൈസ്. അതായത് ജസ്റ്റ് ട്രിവാൻഡ്രം സൈഡിലേക്കുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ടെമ്പിളാണ് ചിതകാൽ ടെമ്പിൾ. പിന്നെ ഈവനിങ്സൊക്കെ ഫാമിലിയായിട്ട് വരുവാണെങ്കിൽ ഈ മലയുടെ മുകളിലൊക്കെ ഇരിക്കാം. 5 മണിയാകുമ്പോൾ ക്ലോസ് ആവും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ സോളോ ആയിട്ടാണ് വന്നത്. ജസ്റ്റ് ഒരു നല്ലൊരു സെറീനായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. അങ്ങനത്തെ ഇത് വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വരാം. ജസ്റ്റ് വന്ന് കണ്ട് അമ്പലത്തിലൊക്കെ തൊഴുത്
ഈ കുന്നിൻ്റെ മുകളിലൊക്കെ ഒന്നിരുന്ന് അങ്ങനെയൊക്കെ പോകാം. ഇന്നത്തെ ക്ലൈമറ്റും ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര ബോറായിരിക്കും, മഴ ആയതുകൊണ്ട് അലമ്പായിരിക്കും എന്നാണ്. പക്ഷേ എന്തുകൊണ്ടോ ക്ലൈമറ്റും അത്യാവശ്യം കുഴപ്പമില്ല. ഇച്ചിരി മൂടി ക്ലൈമറ്റാണ്, ബട്ട് എന്നാലും കുഴപ്പമില്ല. ഒരു ദിവസം വന്ന് വിസിറ്റ് ചെയ്ത് പോകാവുന്ന കാണാനുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ബൈ ഫ്രം ചിതറാൽ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.